അടുത്ത സെഷനിലോട്ട് കടക്കാം. അടുത്തത് നമുക്ക് കീനോട്ട് സ്പീച്ചാണ്. കീനോട്ട് സ്പീച്ചിൽ നമ്മോട് ഇന്ന് സംവദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് അഹമ്മദ് തിരൂരാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം ബോഷ് കമ്പനിയിലെ ഫാർമ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അതേപോലെ തന്നെ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ പോസ്റ്റ് ഏരിയ സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ റൈസിന്റെ അഡ്മിൻ പാനൽ മെമ്പറാണ്. അതുപോലെ തന്നെ സെൽഫ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ അഡ്മിൻ പാനൽ മെമ്പറാണ്. അദ്ദേഹത്തെ വളരെ ഹാർദമായിട്ട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിയാസ് അഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ റൈസ് കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനും. അതോടൊപ്പം ഒരുപാട് നന്ദിയുണ്ട് ഒരു കീനോട്ട് സ്പീച്ചിനുള്ള ഒരു വേദി ഒരുക്കി തന്നതിൽ. അതിലുപരി ഒരുപാട് അഭിമാനമുണ്ട്. കാരണം നമ്മുടെ റൈസിന്റെ ഈ പ്രോഗ്രാം ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേർ ഇന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എൻ്റെ ടോപ്പിക് വന്നിട്ട് എ ഗുഡ് മെന്റർ ടു എ ഗ്രേറ്റ് മെന്റർ എന്നുള്ളതാണ്. നമുക്കറിയാലോ, റൈസിലായാലും മറ്റുള്ള പല മേഖലകളിലും ഒരുപാട് നല്ല മെന്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും അവരുടെ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള പല ആളുകളെയും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ കുറച്ച് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്, അതായത് ഞാൻ എൻ്റെ മെന്റേഴ്സിലൂടെ എങ്ങനെ ഒരു നല്ല മെന്റേഴ്സിനെ കാണുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എല്ലാം ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പ്രൊഫറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം said, the believer to the believer is like a solid building, one part supporting the other one. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിന്റെ ചുമര് പോലെയാണ്. ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരു മെന്ററിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ലെങ്കിലും ശരി, ഈ ഒരു ഇതിലും അപ്പുറം ഒരു വലിയ ഒരു സെന്റൻസ് കൊണ്ട് അത് തുടങ്ങാവോ എന്ന് എനിക്കറിയില്ല. ഇതേ കാര്യം തന്നെ ഖുറാനിലാണെങ്കിലും സൂറത്ത് തൗബ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയും പരസ്പരം അവർ സഹായികളായിരിക്കും, സപ്പോർട്ടേഴ്സ് ആയിരിക്കും, അവർ സുഹൃത്തുക്കളായിരിക്കും, അതിലുപരി അവർ സംരക്ഷകരായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു മോഡേൺ ലീഡേഴ്സ്, മോഡേൺ തിങ്കേഴ്സ്, അതല്ലെങ്കിൽ മോഡേൺ മെന്റേഴ്സ് എന്നൊക്കെ പറയുന്നവർ നമ്മൾ എന്താ പറയുന്നത് നോക്കാം. ഓപ്ര വിൻഫ്രേ once said, a mentor is someone who allows you to see the hope inside yourself. But I don't think there is a much difference from the previous slide. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, എത്ര ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു മെന്റർ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ യുവർ ലൈഫ് ടു ബി സക്സസ്ഫുൾ എന്നുള്ളതാണ്. ഇത് ഒലിവെ നസറിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സ്റ്റഡീസിന്റെ റിസൾട്ട് ആണ്. അതായത് ഹൗ ഇമ്പോർട്ടന്റ് ദ മെന്റേഴ്സ് ആർ യു എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ഒരു 29% ആളുകൾ പറയുന്നത് വെരി ഇമ്പോർട്ടന്റ്, 47% ഇമ്പോർട്ടന്റ്. അതായത് ഏകദേശം ഒരു 76% ഓഫ് ദ മെൻ ആൻഡ് വിമൻ സേ ദാറ്റ് എ മെന്റർ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദം ടു ബി സക്സസ്ഫുൾ ഇൻ അവർ ലൈഫ്. പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒന്നെന്ന് വെച്ചാൽ ലെസ് ദാൻ 36%, അതായത് ലെസ് ദാൻ ഹാഫ് ആളുകൾക്കാണ് ഒരു മെന്റർ എന്നുള്ള ഒരാളുള്ളത്. സോ അതായത് there is a big difference in the supply ഡിമാൻഡിൽ ഒരു വലിയ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്ലൈഡ് നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ഞാൻ കാണിക്കാൻ അല്ലെങ്കിൽ പറയാൻ മറ്റൊരു കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ റൈസ് എന്ന് വെച്ചാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ എംപവർമെന്റ്. നമ്മള് പേഴ്സണൽ ഡെവലപ്മെന്റിലൂടെ സോഷ്യൽ എംപവർമെന്റ്, ഇതാണല്ലോ നമ്മുടെ ശരിക്കുള്ള മോട്ടോ എന്ന് തന്നെ. ഇപ്പം നമ്മുടെ ഇന്നത്തെ MOD ഓരോ പുതിയ വ്യക്തികളെയും വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, അവരെ പുതുതായിട്ട് ഒരു ടോപ്പിക് എടുക്കാൻ പറയുന്നു. ഇതെല്ലാം ശരിക്കും ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബിഗിനിങ് മാത്രമാണ്. അപ്പൊ അവിടെ തന്നെ അദ്ദേഹത്തിൽ തന്നെ നമുക്കൊരു മെന്റർ കാണാം. കാരണം ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെൽപ്പിംഗ് സംവൺ ടു ഡെവലപ്പ് ഹിസ് സ്കിൽസ്. നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് വരെ ഞാൻ ഒരു വർഷമായി ഇപ്പോൾ ഇതിൽ റൈസിൽ നമുക്ക് ഒരുപാട് നല്ല സപ്പോർട്ടാണ് റൈസിൽ നിന്ന് വന്നിട്ടുള്ളത്.
റൈസിൽ നമ്മൾ വീക്ക്ലി പ്രോഗ്രാംസ് മാത്രമല്ല റൈസ് അസോസിയേറ്റ് ചെയ്തിട്ട് സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അത് നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് വി ഹാവ് ടു ബി റിയലി താങ്ക്ഫുൾ ടു ഡോക്ടർ അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ്. അപ്പൊ അദ്ദേഹം എനിക്കൊരു മെന്ററാണ്. നമ്മുടെ ഈ ഒരു ടീമിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല മെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ ജനറൽ ഇവാലുവേറ്റർ ജാഫർ ഫാറൂഖി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത ഒരു മെന്ററാണ്. അദ്ദേഹത്തെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും വിളിച്ച് സംസാരിക്കും. പല സംശയങ്ങളും അദ്ദേഹമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പോൾ സത്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മെന്റർ വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ശരിക്കും എന്താണ് മെന്റർ എന്ന് വേണമെങ്കിൽ നോക്കാം. ഈസ് ഇറ്റ് ടെല്ലിംഗ് എ പേഴ്സൺ വാട്ട് ടു ഡു, ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് എ കൗൺസിലിംഗ്? ഈസ് ഇറ്റ് ലേസിംഗ് വിത്ത് ദെയർ മാനേജർ? അതല്ലെങ്കിൽ ജസ്റ്റ് ടേക്കിംഗ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ കരിയർ ഡെവലപ്മെന്റ്? അതോ നമ്മൾ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു വിതൗട്ട് എനി ലിസണിങ്? ആക്ച്വലി mentoring is something different. I'm not going completely to the mentoring process. ഞാൻ എങ്ങനെ നമുക്കൊരു നല്ല മെന്റർക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ സ്ലൈഡിലൂടെ നിങ്ങളോടുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ചില കീ എലമെന്റ്സ് ആണ്. ഒന്ന്, എ മെന്റർ ഷുഡ് ബി ഏബിൾ ടു ഗീവ് എ ഗുഡ് അഡ്വൈസ്, ഗൈഡൻസ്. അതുപോലെ അദ്ദേഹത്തിനുള്ള കോച്ചിങ് സ്കിൽസുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. ഷെയറിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ ഹെൽപ്പിംഗ് ടു മേക്ക് കോണ്ടാക്ട്സ്. ശരിക്കും എന്താണ് നമ്മുടെ ഈ ഒരു മെന്റർ എന്ന് പറയുന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് എവിടെയാണ് ശരിക്കും നമ്മുടെ മെന്റർ, എന്താണ് ഈ വാക്ക് ശരിക്കും, എങ്ങനെയാണ് മെന്റർ എന്നുള്ള വാക്ക് ശരിക്കും വന്നുള്ളത്? എത്ര പേർക്ക് അറിയാം മെന്റർ എന്താണ് ശരിക്കും എന്നുള്ളത്? വാട്ട് ഈസ് ആക്ച്വലി മെന്റർ? ആർക്കെങ്കിലും ഒന്ന് എനി കമന്റ്? ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റോ ആർക്കെങ്കിലും? ഓക്കെ, ഞാനെന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയെങ്കിൽ ശരിക്കും മെന്റർ എന്നുള്ളത് ഒരു നമ്മുടെ ഗ്രീക്ക് ഇതിഹാസമായ ഒഡീസിയിലെ ഒരു കഥാപാത്രത്തിന്റെ ശരിക്കുള്ള പേരാണ് ഈ മെന്റർ എന്നുള്ളത്. അതായത് ഒഡീസിയിൽ പറയുന്ന ഇത്താക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ, അവിടുത്തെ ആ രാജ്യത്തെ രാജാവായിരുന്നു ശരിക്കും ഒഡീഷ്യസ്. ഒരിക്കൽ ഒഡീഷ്യസ് ട്രോജൻ വാർ എന്ന് പറയുന്ന ഒരു ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ രാജ്യത്തിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അയാൾക്ക് സഹായിക്കുവാൻ വേണ്ടി തന്റെ വളരെ വിശ്വസ്തനും തന്റെ വളരെ പ്രിയപ്പെട്ടവനുമായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം തന്റെ മകനെ സഹായത്തിന് വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് ശരിക്കും ഈ മെന്റർ എന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു മെന്റർ എന്നുള്ള വാക്ക്, അതായത് ഗ്രീക്ക് വേർഡ് വന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷിലേക്ക് മാറി അതൊരു ഇംഗ്ലീഷ് വേർഡായി മാറുന്നത്. നമുക്ക് ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ഒരു പ്രത്യേക മേഖലയിൽ കുറച്ച് കൂടുതൽ സ്കിൽസും അറിവും അതേപോലെ പരിചയം എല്ലാം ഉള്ളൊരു വ്യക്തിയെ അവരെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ്, ഒരു അഡ്വൈസ് കാര്യങ്ങളൊക്കെ ലഭിക്കുമെങ്കിൽ നമുക്ക് അവരെ ഒരു മെന്ററാക്കി കണക്കാക്കാം. ഇത് ആർക്കും മെന്ററാക്കാം. അതിപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്താവാം, കൂടെ വർക്ക് ചെയ്യുന്ന ആളാവാം, ആരെയും നമുക്ക് മെന്ററായിട്ടെടുക്കാം. നമ്മൾ ഒരുപാട് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, സോക്രട്ടീസ് പ്ലാറ്റോക്ക് മെന്ററായിരുന്നു. പ്ലാറ്റോ വന്നിട്ട് അരിസ്റ്റോട്ടലിനെ മെന്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അരിസ്റ്റോട്ടിൽ വന്നിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയെ മെന്റർ ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി അറിയാം, ലോകം മുഴുവൻ കീഴടക്കിയിരുന്ന വ്യക്തിയായിരുന്നു. പൊതുവെ നമ്മളെ ഒരു മെന്റർക്ക് വേണ്ട 2 കാര്യങ്ങളാണ് പറയുന്നത് ഒരു മെന്റർ ഒരു മെന്റിയെ പഠിപ്പിക്കുന്നത്. ഒന്ന് അവന്റെ സ്കിൽസുകളാണ്, മറ്റൊന്ന് ക്യാരക്ടർ എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ സ്കിൽസ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഇന്റൻഷനലി വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഇന്റൻഷനോട് കൂടി ഒരു ലക്ഷ്യത്തോടു കൂടി പഠിപ്പിക്കുന്നതാണ്. അതേസമയം ക്യാരക്ടർ എന്നുള്ളത് മറ്റൊരാൾ പഠിച്ചെടുക്കുന്നതാണ്, ഒരു അൺഇന്റൻഷനൽ ആയിട്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് പല മെന്ററിംഗ് ആയിട്ടുള്ള പല മെന്റേഴ്സും പല സമയത്തും ഒരുപക്ഷെ വളരെ സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള ഒരു കാരണം പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ നമ്മളെ ഒലിവർ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. മിക്കവാറും മെന്ററിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുമല്ലോ, കരിയർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് പല മെന്റേഴ്സും അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു കരിയർ മാത്രം മതി ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആവാൻ? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെന്റർ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ഒരു വിജയകരമായി മാറണമെങ്കിൽ ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ വേണം. ഹി നീഡ് ടു ബി
ഡെവലപ്പ് ഇൻ യുവർ ബിഹേവിയേഴ്സ്, അതുപോലെ വാല്യൂസ്, മൂല്യബോധങ്ങൾ, പാരന്റിങ്, മാരേജ്, ഇങ്ങനെ ഒരുപാടെണ്ണം. ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ റിലീജിയസ് ലൈഫ്, സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാം അതിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു കംപ്ലീറ്റ് മെന്ററിങ് ഒരു ഹോൾ പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഞാൻ നമ്മളൊരു മെന്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ചില ക്വാളിറ്റികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു നല്ല മെന്റർ ആയിരിക്കണമെങ്കിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ്, നല്ല സ്റ്റോറീസും നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. എനിക്ക് ചില മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ ജമാൽ സാഹിബ് പറഞ്ഞു ടോസ് മാസ്റ്റർ. ഈ ടോസ് മാസ്റ്ററിൽ ഒരു ശരിക്കും മെന്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെ ഉണ്ട്. നമുക്ക് അവരൊരു മെന്റർ ആദ്യം തന്നെ അസൈൻ ചെയ്യും. അപ്പൊ എന്റെ ഒരു മെന്ററുമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ സമയത്ത് എനിക്ക് വന്ന മെന്റർ, അപ്പൊ എനിക്ക് വന്ന പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ വിറക്കുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്ത് എന്റെ മെന്റർ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ കൂടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ പറഞ്ഞു, ടെൽ മീ റിയാസ്, just tell me your stories, just give me the full details. Maybe you can take 20 to 30 minutes, no problem. I'm ready to listen. And once you finished, I will share my stories if you wanted to listen. Whatever we discuss will be between you and me. സത്യത്തിൽ ആ ഒരു ടോക്ക് ഒരു 10-20 മിനിറ്റ് നേരത്തെ ആ ഒരു പരസ്പരമുള്ള നമ്മുടെ എക്സ്പീരിയൻസും പേഴ്സണലി നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹം, ഈ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. ആ ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ സത്യം പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഭയങ്കര ഒരു കണക്ഷൻ ആണ് സത്യം പറഞ്ഞെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് നമുക്ക് വരുന്നുള്ളതാണ്. അപ്പം അത് എത്ര നല്ല രീതിയിൽ നമുക്ക് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് അതൊരു ശരിക്കും ഒരു ക്വാളിറ്റി തന്നെയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിയാണ്. അതൊരു ടീച്ചർ ആണെങ്കിൽ നമുക്കറിയാം, നല്ല സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന ടീച്ചേഴ്സ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല ഏതൊരു ലീഡേഴ്സ് ആണെങ്കിലും ഒരു സ്റ്റോറി ഷെയറിംഗ് എന്നുള്ളത് ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വാളിറ്റി ടു ഡെവലപ്പ്. അപ്പോൾ ആസ് എ മെന്റർ നമ്മൾ ഈ ഒരു റൈസിൽ ഞാൻ പറയാൻ വരുന്നത്, നമ്മളെല്ലാവരും ഒരു മെന്ററാണ്. എല്ലാ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സ്കില്ലുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം nobody wanted to be perfect to be a mentor. So everyone have certain qualities, so you can give that advice and help to others. So we need to practice stories. Second quality I wanted to discuss with you is asking questions. നമുക്കറിയാം, വോൾട്ടയർ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ചിന്തകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ് എ പേഴ്സൺ ബേസ്ഡ് ഓൺ ഹിസ് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ഹിസ് ആൻസേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ഓൺലി ഫോർ ഗെറ്റിംഗ് ദ റൈറ്റ് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ് ഫോർ ഓൾസോ ഫോർ എൻഗേജിങ് the person for a conversation എന്ന് പറയും. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ചോദ്യം ചോദിക്കുന്നത് വെറും ആ ഉത്തരം അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, അതിലപ്പുറം ആ ഒരു റിലേഷൻസും ആ ഒരു കോൺവെർസേഷനും ശരിക്കും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ആസ് എ മെന്റർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും. അതിൽ നമുക്ക് നല്ല ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നമുക്കറിയാം, പല സമയങ്ങളിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 minute. നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആൻസേഴ്സ് വളരെ ഒന്നുകിൽ യെസ് ഓർ നോ, അല്ലെങ്കിൽ ഒരു 1 വേർഡിലൊക്കെ ഒതുങ്ങുന്ന ആൻസർ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് വരുന്ന മെമ്പറോട് ചോദിക്കുന്ന, നമ്മുടെ പ്രോഗ്രാം റൈസിന്റെ പ്രോഗ്രാം നന്നായിരുന്നു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ആൻസർ ഒന്നുകിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഓക്കെ കഴിഞ്ഞു. അതേസമയം how did you enjoy the program, എങ്ങനെ ഉണ്ടായിരുന്നു, can you just tell us how did you enjoy it, ആ രീതി ചോദിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റാപ്പോ ബിൽഡ് ചെയ്യാൻ സഹായിക്കും ആ ഒരു വ്യക്തിയുമായിട്ട്. അതുപോലെ നമുക്ക് നല്ല ഫീഡ്ബാക്സുകൾ എടുക്കാൻ പറ്റും. ശരിക്കും നമുക്കൊരു എന്താ പറയാ, ഒരു ആളുകളെ ഒരു ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അതിലുപരി നമുക്ക് നല്ല കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങൾ എല്ലാത്തിലും ഒരു നല്ല ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ചില സമയത്ത് നമ്മൾ റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആവശ്യം. കാരണം നമുക്കറിയാം, പല സമയങ്ങളിലും നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് റീഫ്രേസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ചോദിക്കാൻ പോകും, സാർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ, അമ്മ കറക്റ്റ്, ആ രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ചില സമയത്ത് നമുക്ക് വേണ്ടത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇപ്പൊ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എല്ലാവരും ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഇപ്പൊ കൊറോണ ഒക്കെ കുറച്ച് കുറഞ്ഞു, പക്ഷെ പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടില്ല. ഇപ്പൊ റൈസിന്റെ മീറ്റിംഗ് ഓൺലൈൻ ആണ്. ഇപ്പൊ ഇസ്ലാമിക് സെന്റർ വേണമെങ്കിൽ ഓപ്പൺ ആയി. അപ്പൊ നമുക്ക് ഓക്കെ
സോ വാട്ട് ഇഫ് വി ചേഞ്ച് അവർ മീറ്റിംഗ് ടു ഓഫ്ലൈൻ? അപ്പം കുറച്ച് ആൾക്കാർക്ക് അതിൽ അഭിപ്രായം ഉണ്ടാവും വരാൻ, കുറച്ച് ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ നമുക്കതൊരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ഇടുന്ന സമയത്ത് അധികം ഒരു ആളുകളുടെ കയ്യിൽ നിന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നല്ല ക്വസ്റ്റ്യൻസ്, ജസ്റ്റിഫൈങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ജസ്റ്റിഫൈങ് ക്വസ്റ്റ്യൻസ് പക്ഷെ ചോദിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ടു ബിക്കം മെന്റർ എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ 7 ഹാബിറ്റ്സിന്റെ ഒരു ക്വാളിറ്റി, ഒരു പോയിന്റ് അതിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതായത് സ്റ്റാർട്ട് ബൈ സീയിങ് എൻഡ് ഇൻ മൈൻഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ മുസ്തഫ സാഹിബ് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ക്ലാരിഫൈങ് ഗോൾസ്, അതായത് ഏതൊരു മെന്ററിങ് പ്രോസസ്സിലും വളരെ സക്സസ്ഫുൾ ആയി നടക്കുന്നുവെങ്കിൽ ഒരു നല്ല ഗോൾ സെറ്റ് ചെയ്യണം. ഒരു മെന്ററും മെന്റിയും തമ്മിൽ, അതായത് എന്താണ് എത്ര സമയത്തിനുള്ളിൽ, അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചാണ് സ്മാർട്ട് ഗോൾസ് എന്താണെന്നുള്ളതൊക്കെ. പല മെന്റേഴ്സും ഒരു മെന്റിയുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഐഡിയാസ് ഉണ്ടായിരിക്കില്ല ചില ആളുകൾക്ക്. ചില ആൾക്കാർക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും, എന്തൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യണം. ചില ആൾക്കാർക്ക് ചെറുതായിട്ടുള്ള ഒരു ഐഡിയാസ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഐഡിയാസ് ആണ് ഒരു സ്റ്റാർട്ടിംഗ് ഗോൾസ് ആക്കിയിട്ട് ഒരു മെന്റർക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ അത് ബിൽഡപ്പ് ചെയ്തിട്ട് അതിനൊരു നല്ലൊരു സ്മാർട്ടർ ഗോൾസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അത് കൂടുതൽ അതിലേക്ക് ഞാനത് പോകുന്നില്ല. മറ്റൊന്നാണ്, നമ്മൾ ഏതൊരു മെന്ററിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മോസ്റ്റ് ഓഫ് ദ മെന്ററിങ് ഈസ് കോട്ട് നോട്ട് ടോട്ട് എന്ന് പറയും. അതായത് നമ്മൾ ചില കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല, ചിലത് നമ്മൾ കണ്ടിട്ട് തന്നെ പഠിക്കണം. അതായത് ചില മൂല്യബോധങ്ങൾ. അപ്പൊ നമ്മൾ ഒരു നല്ലൊരു മെന്ററിനെ പഠിപ്പിക്കുന്നതിലപ്പുറം അയാളുടെ ഫേസ് ടു ഫേസ് മീറ്റിംഗിലുള്ളതിലപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ ആള് കണ്ടക്ട് ചെയ്യുന്നു, അദ്ദേഹം ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, അദ്ദേഹം ഇപ്പൊ ഇന്റഗ്രിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്റഗ്രിറ്റി പാലിക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കുമല്ലോ. അപ്പം ഒരു മെന്റി അദ്ദേഹത്തെ നോക്കുന്നത് അയാളുമായിട്ടുള്ള 1-to-1 സിറ്റിംഗിൽ മാത്രമായിരിക്കും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് മാത്രമല്ല, എന്റെ നടപ്പ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അപ്പം ഒരു മെന്റി ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മൂല്യങ്ങളുടെ കാര്യങ്ങളെല്ലാം അവൻ പാലിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ലിസണിങ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലിസണിങ് സ്കിൽസ്. പല സമയങ്ങളും നമ്മൾ എടുത്തു ചാടി ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന അത് കാണാറുണ്ട്, അധ്യാപകന്മാരാണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ നന്നായിട്ട് നമ്മുടെ മെന്റി പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ലിസൺ ചെയ്ത് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് ശരിക്കും അതിനെ മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൂടെ ഇത്രയും കാര്യങ്ങൾ കടന്നുപോയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ലിസൺ. സോ ഗുഡ് മെന്റർ ഷുഡ് ഹാവ് എ വെരി ഗുഡ് ആക്റ്റീവ് ലിസണിങ് സ്കിൽസ്. മറ്റൊന്ന് ചാമ്പ്യൻ ദെയർ ഡ്രീംസ് എന്നുള്ളത്. നമുക്കറിയാം പല സമയങ്ങളിലും ഒരു മെന്റർ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഒരു രൂപം, ഒരു മിനി വെർഷൻ ഓഫ് ആ പേഴ്സൺ ആക്കി മാറ്റാൻ നോക്കും. അപ്പൊ അത് ഒരു സത്യം പറഞ്ഞെങ്കിൽ അതൊരു നല്ല ശൈലിയല്ല. അപ്പം നമ്മൾ ഒരു നല്ല പാരന്റ് ഒരിക്കലും they don't want to their children to have a cloning of their own. അതേസമയം നമുക്ക് കുട്ടികളുടെ ചിന്തക്ക് അനുസരിച്ചിട്ട് അവരുടേതായ കഴിവുകളും കാര്യങ്ങളെല്ലാം കണ്ടെത്തി അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ചാമ്പ്യൻ ദെയർ ഡ്രീംസ്. അതായത് നമ്മൾ മെന്ററി ചെയ്യുന്നതെല്ലാം ശരി, പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു തിങ്കിങ്ങിന്റെ ഒരു കൂട്ടിന്റെ ഉള്ളിൽ നമ്മുടെ മെന്റി ഒരിക്കലും അകപ്പെടാൻ പാടില്ല. പക്ഷെ എപ്പോഴും ആ ഒരു മെന്റിക്ക് അദ്ദേഹത്തിന്റെ ഒരു കഴിവുകളും അദ്ദേഹത്തിന്റെ ഡ്രീംസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പറയൊരു ഗൈഡൻസ് കൊടുക്കാൻ ഉള്ള കഴിവ് മെന്റിക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് ഗിവ് എ പബ്ലിക് പ്രൈസ്. അതായത് നമ്മൾ എത്രത്തോളം ഒരു മെന്റർ ഒരു മെന്റിക്ക് നല്ല കോണ്ടാക്ട്സുകൾ കൊടുക്കും. ഇപ്പോൾ ഈ റൈസ് ഒക്കെ പറയുന്ന സമയത്ത് ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള വേദികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അബ്ദുറഹ്മാൻ സാറൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞു 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഇനി അത് അവിടെ നിർത്തിയിട്ടില്ല, പകരം അന്ന് അറ്റൻഡ് ചെയ്ത മെമ്പേഴ്സിനെല്ലാം കൂടി വെച്ചിട്ട് ഒരു 10-15 പേരടങ്ങുന്ന നല്ലൊരു ട്രെയിനേഴ്സിനെ സെറ്റപ്പ് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാനുള്ള വേദി ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് അവര് പൂർണ്ണമായും തുറന്നു വിടല്ല, അതിന് പകരം അവർക്കുള്ള ചാൻസ്, അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിച്ചു, മറ്റുള്ള എവിടേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നു. ആ ഒരു മെന്റിക്ക് വീണ്ടും ഒരു പബ്ലിക് ഫോറംസ്, മറ്റുള്ള എന്തെങ്കിലും. ഇപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം പല വ്യക്തികളും ഇവിടുന്ന് ഒരു 2-3 പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞാൽ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പല മണ്ഡലങ്ങളിലും പോയിട്ട് പല നമ്മുടെ KMCCയുടെ പ്രോഗ്രാംസിനാണെങ്കിലും അതല്ലെങ്കിൽ SKSFന്റെ പ്രോഗ്രാംസ് എല്ലാം പോയിട്ട് നല്ല രീതിയിൽ പ്രോഗ്രാംസ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ദിസ് ഈസ് സം സോർട്ട് ഓഫ് പബ്ലിക് പ്രൈസിന്റെ ഒരു ഗുണമാണ്.
പിന്നെ സ്റ്റേ ഹംബിൾ, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് നിർത്താൻ പോവാണ്. കാരണം ഒരു ഗ്രേറ്റ് മെന്റേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഹംബിൾ ആയിട്ടിരിക്കണം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് അറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു ഗട്സ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഒരു മെന്റി ഒരിക്കലും ഞാനൊരു മെന്ററാണ് എന്നുള്ള പറയാൻ, നല്ലൊരു മെന്റർ ഒരിക്കലും ഞാനൊരു മെന്ററാണ് എന്ന പേര് ഉപയോഗിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അതിലപ്പുറം ഒരു മെന്റിയെ ഒരു മെന്ററെ ഒരു മെന്റി ആവശ്യത്തിന് വിളിക്കുന്നു. അയാളുടെ ആക്സെപ്റ്റൻസ് ആണ് ആ ഒരു മെന്ററെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അസറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത്, ആക്റ്റീവ് ലിസണിങ്. ആൻഡ് ഫൈനലി നമുക്കറിയാം, you do need mentors, but in the end you really just need to believe in yourself. നമുക്ക് ഈ ഒരു കോട്ടുമായിട്ട് അവിടെ അവസാനിപ്പിക്കാം. ബിഫോർ യു ബിക്കം എ ലീഡർ, സക്സസ് ഇസ് ഓൾ അബൌട്ട് ഗ്രോയിങ് യുവർ സെൽഫ്, ആൻഡ് ആഫ്റ്റർ യു ബിക്കം എ ലീഡർ, സക്സസ് ഇസ് ഓൾ അബൌട്ട് ഗ്രോയിങ് അതേഴ്സ്. സോ ഇത് നമ്മുടെ ഇന്ന് റൈസിലെ ഈച്ച് ആൻഡ് എവറി ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുക എന്നതിൽ മാത്രമല്ല, നിങ്ങൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു ഡെവലപ്പ് യുവർ പീപ്പിൾ, അതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും, ഞാൻ സമയം അധികത്തില്ലെന്ന് വിചാരിക്കുന്നു, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കീനോട്ട് സ്പീച്ച് മെന്ററിങ്ങിനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതിനകത്ത് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏതൊരു സദസ്സിലായിരിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം എന്താണ് പറയുക, മഞ്ഞുകട്ട, അതായത് മൗനത്തിന്റെ മഞ്ഞുകട്ട ഒരുക്കുന്നവരായിരിക്കണം. നമ്മൾ കയറിയിട്ട് എന്താണ് നമ്മുടെ ചോദ്യം, അത് നമ്മൾ ആദ്യം നമ്മൾ ചോദ്യം ചോദിച്ചു തുടങ്ങണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു കീനോട്ട് സ്പീച്ച് ചെയ്തു. താങ്ക് യു റിയാസ് അഹമ്മദ്.